നമസ്കാരം. ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനമാണെന്ന് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികളിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ മനസ്സുകളിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞുപോയ ഒരു പേരാണ് ഉമ്മൻചാണ്ടി. കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്. അവയിൽ ഏറ്റവും കൂടുതൽ ജനമനസ്സുകളിൽ പതിഞ്ഞു പോയവരിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. നമ്മൾ ഈ സമീപകാലത്തായതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ പതിഞ്ഞവരെന്ന് നമ്മൾ പറയും. ഒരു ഭരണാധികാരി എന്നതിനപ്പുറം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സ്പന്ദനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ തൊട്ടറിഞ്ഞ ഒരു ജനനായകനായിരുന്നു അദ്ദേഹം അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ശരീരം വഹിച്ചുകൊണ്ട് പോകുന്ന വാഹനത്തിന് പിന്നാലെ ഓടി ജനലക്ഷങ്ങൾ കരഞ്ഞത്, നിലവിളിച്ചത്. അത് കണ്ടിട്ടാണ് നമ്മുടെ പഴയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു ജനസമ്പർക്ക യാത്ര ഉണ്ടാക്കിയത്. പക്ഷേ ആ ജനസമ്പർക്ക യാത്ര ജനങ്ങളുമായി സമ്പർക്കം ചെയ്യാത്തത് കൊണ്ട് ഇന്ന് തിരിച്ച് തെരുവിളി കേൾക്കാൻ അല്ലെങ്കിൽ ആക്ഷേപം കേൾക്കാനായി അത് നവകേരള സദസ് എന്ന് പറഞ്ഞത് ഉപയോഗിക്കുന്നു. ഈ വേണ്ടാത്തത് വെളിയിലിരുന്നെടുത്ത് തലയിൽ വെച്ചതുപോലെ. ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ലായിരുന്നുണ്ടെങ്കിൽ ആ ഒരു പദ്ധതി നടത്തണ്ടായിരുന്നു. പോട്ടെ, അതൊരു വേറെ വിഷയമാണ്. ഏതായാലും അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു, ജനങ്ങളുടെ പരാതി കേട്ടു. അദ്ദേഹം ഏത് രീതിയിൽ എങ്ങനെയൊക്കെ സംശയങ്ങൾ ചോദിച്ചാലും അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും അതിനൊക്കെ സ്പോട്ടിൽ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ച് അവരിൽ ഒരാളായി മാറിയത് കൊണ്ടാണ് അദ്ദേഹം ജനനായകൻ എന്നറിയപ്പെട്ടത്. പുതുപ്പള്ളി എന്ന ഒരൊറ്റ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 53 വർഷക്കാലം നിയമസഭാംഗമായി സേവനമനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ആൾക്കാർ പറയും 53 കൊല്ലം ഉമ്മൻചാണ്ടി ആ മണ്ഡലത്തിൽ ഭരിച്ചിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഉമ്മൻചാണ്ടി 53 വർഷം അവിടെ നിയമസഭാംഗമായിട്ട് അവിടെ ഈ പുതുപ്പള്ളിയിൽ ഉണ്ടാകുമായിരുന്നോ എന്നാണ് തിരിച്ചു ചോദിക്കാനുള്ളത്. ഏതായാലും ജനാധിപത്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു റെക്കോർഡാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ട് പോയിക്കുന്നത്. ഇനി ആ റെക്കോർഡിനെ ഭേദിക്കാൻ ആരെങ്കിലും വരുമെന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. ഈ ഒരു അസാധാരണമായ ജനപിന്തുണയുടെ ബലത്തിലാണ് 2 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ശ്രീ ഉമ്മൻചാണ്ടി എത്തിയത്. അദ്ദേഹത്തിന്റെ ഈ 2 ഭരണ കാലഘട്ടങ്ങള് കേരളത്തിന്റെ ഭരണതന്ത്രത്തെ ഒരു ജനകീയ മുഖമുള്ളതാക്കി മാറ്റി. അതുവരെ കണ്ട രീതിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ജനകീയ മുഖമായി മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിന് പിന്നാലെ പോയ ഒരു ജനം മറ്റൊരു നേതാവിന്റെ പിന്നാലെ പോകുന്നത്, അവരുടെ മരണശേഷം പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. വികസനവും ജനക്ഷേമവും ഇത് രണ്ടും കൂടി എങ്ങനെ ഒരേ നൂലിൽ കോർത്തെടുക്കാമെന്ന് കാണിച്ചു തന്ന ഒരു ഭരണ മാതൃകയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ ഭരണ വഴി ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെ ചുവപ്പ് നാടകളിൽ ഇങ്ങനെ കുരുക്കി ഇടാതെ അത് നേരിട്ട് കേൾക്കാനും അത് ഉടനടി അപ്പൊ തന്നെ സ്പോട്ടിൽ അത് പരിഹരിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ ഒരു ശൈലി കേരള രാഷ്ട്രീയത്തിന് തികച്ചും പുതിയൊരു മാനമാണ് നൽകിയത്. ഇതിനു മുമ്പ് അത്തരത്തിൽ മറ്റൊരു നേതാവ് നമുക്കുണ്ടായിരുന്നു, സഖാവ് ഇ കെ നായനാർ. അദ്ദേഹം ജനങ്ങളുമായി ഈ രീതിയിലായിരുന്നു സംവദിച്ചിരുന്നത്. എല്ലാം ആ സ്പോട്ടിൽ തന്നെ ഉദ്യോഗസ്ഥരുമായി കണക്ട് ചെയ്തുകൊണ്ട് ടെലിഫോൺ ആയിരുന്നു എന്ന് മാത്രം. അദ്ദേഹം പുറത്ത് അദ്ദേഹത്തിന് നല്ല സ്വീകരണമുണ്ട്. എന്നാലും അദ്ദേഹം ഫോണിൻ പരിപാടിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് ജനവിശ്വസ്തത നേടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഇ കെ നായനാരെ നമ്മൾ ഒരു സഖാവ് എന്ന നിലയിൽ നമ്മൾ സ്മരിക്കുന്നത്. എന്നാൽ ശ്രീ ഉമ്മൻചാണ്ടി ഒരു പടി കൂടി കടന്ന് ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്നു. ആ ഒരു ഇറങ്ങിച്ചെന്നത് കേരള രാഷ്ട്രീയത്തിന് ഒരു പുതിയ മാനം നൽകി. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നു. ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള ഒരു അധ്യായം അദ്ദേഹം നടപ്പിലാക്കിയ ജനസമ്പർക്ക പരിപാടി തന്നെയാണ്, സംശയമൊന്നുമില്ല. സാധാരണക്കാരന്റെ പരാതികൾ, അവന്റെ സങ്കടങ്ങൾ ഇതൊക്കെ കേൾക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ ഒരു വിപ്ലവകരമായിട്ടുള്ള പര്യടനങ്ങൾ, യാത്രകൾ ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്കാണ് വളരെയധികം ആശ്വാസം നേടിയിട്ടുള്ളത്, വളരെയധികം ആശ്വാസം കൊടുത്തിട്ടുള്ളത്. കയ്യിൽ ഒരു പേനയും ഒരു കടലാസുമായിട്ട് സുരക്ഷാ ജീവനക്കാരുടെ വലിയ വേലിക്കെട്ടുകളൊന്നും ഇല്ലാതെ 40ഉം 50ഉം കാറുകളുടെ അകമ്പടി ഇല്ലാതെ ജനക്കൂട്ടത്തിന് നടുവിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചിത്രം അത് ഓരോ മലയാളിയുടെയും മനസ്സിൽ ഇന്നും മായാതെ തന്നെ കിടക്കുന്ന, ഔദ്യോഗികമായിട്ട് ഭരണപരമായിട്ടൊക്കെ സങ്കീർണമായിട്ടുള്ള എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ ലഘൂകരിച്ച് ക്ഷേമ പദ്ധതികൾ അതിവേഗത്തിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകളിലൂടെ അദ്ദേഹത്തിന്റെ പ്രശസ്തി സത്യത്തിൽ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വളർന്നു വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമാണ് സമൂഹത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള നിരവധി കുടുംബങ്ങൾക്ക് സ്വന്തമായി തലചായ്ക്കാൻ വീടുകൾ,
അതുപോലെ യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങളൊക്കെ ലഭ്യമാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടികൾക്ക് കഴിഞ്ഞു എന്നത് ഒരു ഒരു ജനകീയ ഭരണത്തിന്റെ ഉത്തമ ഒരു ഉദാഹരണമാണത്. സാമൂഹ്യക്ഷേമ രംഗത്ത് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിട്ടുള്ള സംഭാവനകൾ എത്രത്തോളമാണ് എന്ന് അളക്കാവുന്നതിലും അപ്പുറമാണ് എന്ന് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. സമൂഹത്തിൽ നമുക്കറിയാം ഇങ്ങനെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടന്ന വിധവകള്, അതുപോലെ വയോജനങ്ങള്, ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ളവര്, അവരുടെയൊക്കെ ക്ഷേമ പെൻഷനുകൾ, ഇതിനെല്ലാം ഉപരി സാമ്പത്തികമല്ലാതെ പ്രയാസപ്പെടുന്ന രോഗികൾ, അവർക്ക് വലിയൊരു താങ്ങായി മാറിയിട്ടുള്ള പദ്ധതിയായിരുന്നു കാരുണ്യ ബെനവലന്റ് സ്കീം എന്ന് പറയും. ക്യാൻസർ, അതേപോലെ ഹിമോഫീലിയ, വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, ഇങ്ങനെ മാരകമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് സൗജന്യമായി അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിലുള്ള ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഈ പദ്ധതിയിലൂടെ സാധിച്ചു എന്നതൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് ജനം ഉൾക്കൊണ്ടിട്ടുള്ളത്. സ്വന്തമായിട്ടൊരു വീട്, അത് സ്വപ്നം കണ്ടുകൊണ്ട് കഴിഞ്ഞിരുന്ന 4 ലക്ഷത്തിലധികം വരുന്ന ഭവനരഹിതരായ കുടുംബങ്ങൾ, അവർക്ക് തലചേക്കാൻ മണ്ണും മേൽക്കൂരയും നൽകിയത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആ ഭരണ നേട്ടങ്ങളുടെ കിരീടത്തിലെ തിളങ്ങുന്ന മുത്താണെന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഓണം, ക്രിസ്തുമസ്, റംസാൻ തുടങ്ങിയ വലിയ ആഘോഷ സമയങ്ങളിൽ സാധാരണക്കാരന്റെ അടുക്കളയിൽ പട്ടിണി ഇല്ലാതിരിക്കാൻ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു തുടങ്ങിയത് ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കരുണയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ നേർ സാക്ഷ്യമാണ് എന്ന് അക്കാലത്ത് തന്നെ കേരളത്തിലെ ജനങ്ങൾ തൊട്ടറിഞ്ഞതാ. ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ ഉമ്മൻചാണ്ടി വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങളൊപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിലെ പൊതുഗതാഗത രംഗത്തെ ആധുനികവൽക്കരിച്ച കൊച്ചി മെട്രോ പദ്ധതി, അതുപോലെ ദക്ഷിണേന്ത്യയുടെ വികസന കവാടമായി മാറുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങി വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കെല്ലാം അതിവേഗത്തിൽ കൃത്യമായ രൂപരേഖയും എല്ലാം നൽകി അതിന് തുടക്കമിട്ടത് ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണകാലമായിരുന്നു. നമുക്കറിയാം, ഒരു ഭരണം നടക്കുമ്പോൾ ഒരു 10, 50, 60 വർഷത്തിനപ്പുറവും ഇവിടെ മനുഷ്യരുണ്ടാകും എന്നത് കണ്ടു വേണം ഇവിടെ എന്ത് വികസനവും നടത്താൻ. അതിനുശേഷം കൂടുതൽ വികസിപ്പിക്കാനുള്ള ഒരു മുൻകാഴ്ചയോടുകൂടി വേണം ഇവിടെ എല്ലാം ചെയ്യാൻ. അതിന് തുടക്കം കുറിക്കുക എന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരാൾ, അയാൾക്ക് സാധിച്ചു എന്നത് അയാളുടെ പ്രശസ്തി ചെറുതായിട്ടൊന്നുമല്ല വ്യാപിക്കുന്നത്. പ്രവാസികൾക്ക്, അതുപോലെ ടൂറിസം മേഖലയിൽ ഒക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്ന ധാരാളം പദ്ധതികൾ, കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും ചെലവ് കുറഞ്ഞ രാജ്യാന്തര സർവീസുകൾ, അപ്പൊ ഇതൊക്കെ തുടങ്ങാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു താല്പര്യം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉണർത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി വിദ്യാഭ്യാസ മേഖല എടുക്കുകയാണെങ്കിൽ വലിയ ഒരു വിപ്ലവത്തിനാണ് അദ്ദേഹം തിരികൊളുത്തിയത്. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സർക്കാർ ചെലവിലാക്കി, അതുപോലെ സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് അത് കാരണം ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വഴി തുറന്നു കിട്ടി. മാറിയ കാലത്തിനൊത്ത് കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. അതുപോലെ സാങ്കേതിക വിദ്യ സാധാരണക്കാരിൽ എത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ദൂരദർശനത്തിന്റെ ഒരു തെളിവായിട്ട് നമുക്ക് അതിനെ കാണുകയും ചെയ്യാം. അതായത് ഭരണപരമായ കാര്യക്ഷമത ഒട്ടും ചോർന്നു പോകാതെ വികസന പദ്ധതികൾ കൃത്യസമയത്ത് അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതിവേഗം ബഹുദൂരം എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു വാക്യം തന്നെ, അതൊരു ലക്ഷ്യം തന്നെ, അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു തമ്പനയിൽ തന്നെ. അദ്ദേഹത്തിന്റെ വേഗതയേറിയ ഈ ശൈലി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വികസന മാതൃക സൃഷ്ടിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഭരണരംഗത്ത് മാത്രമല്ലത്, രാഷ്ട്രീയ രംഗത്ത് ഉമ്മൻചാണ്ടിയുടെ സംഘാടന മികവ് നമുക്കറിയാം. ഒരു അസാധാരണമായ സംഘാടന മികവായിരുന്നു അദ്ദേഹത്തിന്. കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിലെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തന്റെ തനതായ രാഷ്ട്രീയ ബുദ്ധിയിലൂടെ അല്ലെങ്കിൽ സ്നേഹത്തിലൂടെ അതിവേഗം പരിഹരിക്കുന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും ഒരു ആദരവ് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന് അധികാരത്തിന്റെ യാതൊരുവിധ അഹങ്കാരങ്ങളോ അല്ലെങ്കിൽ ആഡംബരങ്ങളോ ഇല്ലാതെ ചുറ്റും എപ്പോഴും ജനങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച, ജനങ്ങളുടെ ക്ഷേമത്തിനായി അഹോരാത്രം അധ്വാനിച്ച ഒരു ജനനായകൻ. ആ ജനനായകനാണെന്ന് ഓരോ മലയാളിയുടെയും ഉള്ളിൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ പെട്ടെന്ന് ഒരു മുഖം ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി മടങ്ങിപ്പോയത് എന്ന് നമുക്കടക്കം സംസാരിക്കാൻ കഴിയുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ്. ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ആർക്കും അതുപോലെ ആവാൻ കഴിയില്ല, പകരം ഒരാളുണ്ടാവില്ല. ഞങ്ങളൊക്കെ ഒട്ടും പൊളിറ്റിക്കൽ അല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നു. സാധാരണ ഗവൺമെന്റ് കോളേജിലേക്ക് KSU പ്രവർത്തകരായി വന്നു. അവിടുന്ന് കേരളത്തിന്റെ നിയമസഭയിലും ഇന്ത്യയുടെ പാർലമെന്റിലേക്കൊക്കെ
ഞങ്ങളൊക്കെ എത്തിയതിൻ്റെ പുറകിലെ പ്രചോദനം എന്ന് പറയുന്നത്, ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, ഞങ്ങളിലേക്ക് യേശുക്കാരെ കണ്ടെത്തി ഇതൊരാക്കിയതൊക്കെ ഉമ്മൻചാണ്ടി സാറുടെ പ്രസൻസാണ്. ഇപ്പം ഒരു കാര്യം ഓർക്കേണ്ടത്, അദ്ദേഹം ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി നീക്കിവെച്ചു. ഇപ്പോഴും ആ പേര് പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം നിങ്ങൾ പരിശോധിക്കുക, ഇന്നിപ്പോൾ തന്നെ അനുസ്മരണ ദിവസം നടക്കുക, അനുസ്മരണ ദിനം നടക്കുക. ഔദ്യോഗികമായ അനുസ്മരണ പരിപാടികൾക്കപ്പുറം കേരളത്തിലുടനീളം മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ പേരിൽ അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനകൾ, യൂണിറ്റുകൾ, വ്യക്തികൾ എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ വീൽ ചെയർ ആവാം, അതല്ലെങ്കിൽ അതിലും വലിയ കാര്യങ്ങളാവാം. ചെറുതോ വലുതോ ആയിട്ടുള്ള അനേകം കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ സാധാരണക്കാരന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. കൃഷ്ണേട്ടൻ സൂചിപ്പിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി അവനവന്റെ ആരോഗ്യം നോക്കാതെ ഓടിയ ഒരാൾ. ആ ഓട്ടത്തിന് ഇപ്പോൾ കാലശേഷവും സാധാരണക്കാരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആ പേര് വരിക. ആ പേര് അത് നമുക്ക് ഒരു കൂടെ ഇല്ല എന്നുള്ള ശൂന്യത ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ആർക്കും അതുപോലെ ആവാൻ കഴിയില്ല, പകരം ഒരാളുണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ തുടരുകയാണ്. കാലശേഷവും ഉമ്മൻചാണ്ടി എന്ന നാമവും ആ സേവനവും ഈ നാട്ടിലെ ജനതയ്ക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. Different angles. Don't forget to subscribe and support this channel.